ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് വുമൻസ് ഓൺലൈൻ ബോട്ടിലേക്ക് സ്വാഗതം. കേളകം കണ്ണൂരാണ് സ്ഥലം. അടിപൊളി കളക്ഷനാണ്. കലങ്കാരി മോഡലാണ്. കോട്ടൺ ഫാബ്രിക്കിലെ ഏലൈനാണ് വരുന്നത്. ഫുൾ കോട്ടൺ ലൈനിങ് ആണ്. പിന്നെ കൂടാണ്ട് നല്ലൊരു കോട്ടൺ സ്ലബിൽ പാച്ചാണ്. ഹെവി വർക്കാണ് കേട്ടോ. ഫുൾ ബീഡ്സ് ആൻഡ് ഫുൾ ഹെവി വർക്കാണ്. ഇത് ത്രെഡ് വർക്കാണ്. ബാക്കി ഫുൾ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കാണ് കേട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈ സ്ലബിൽ അതേ പാച്ചാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത്. ഏലൈനാണ്. ഫുൾ ലൈനിങ് ആണ്. ഒട്ടും മിസ്സാക്കണ്ട. M2XXL സൈസ് അവൈലബിൾ ആണ്. 585 ആണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. 585 കേട്ടോ. M2XXL സൈസ് അവൈലബിൾ. 38, 40, 42, 44 ആണ്. ഏലൈൻ മോഡലാണ്. കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കലങ്കാരിയാണ് മോഡൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം. ഹെവി വർക്കാണ്. ഒട്ടും മിസ്സാക്കണ്ട. ഈ ഒരു റേഞ്ചിന് വേറെ എങ്ങും കിട്ടില്ല. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. സീ കളർ എന്ന് പറയുന്നത് നല്ലൊരു വൈൻ കളറാണ് കേട്ടോ. വൈനിൽ വരുന്ന നല്ലൊരു കോമ്പിനേഷൻ. നമുക്ക് മെറൂണും പറയാൻ പറ്റില്ല, ഇച്ചിരി ഡാർക്കും. അതുപോലെ തന്നെയാണ് ബ്ലാക്കിൽ വരുന്ന, അതായത് നല്ലൊരു കലങ്കാരി പ്രിൻറ്റിൽ വന്നിട്ട് ബ്ലാക്കിൽ തന്നെ വരുന്ന വേറൊരു മോഡൽ. M2XXL സൈസ് അവൈലബിൾ. സെയിം പ്രിൻറ്റ്, സെയിം ഫാബ്രിക്, എല്ലാം സെയിം ആണ്. പക്ഷേ കളർ മാത്രം വ്യത്യാസമുള്ളൂ. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. യോക്ക് പോർഷനിൽ കോട്ടൺ സ്ലബ് പാച്ച്. യോക്ക് പോർഷനിലും കോട്ടൺ സ്ലബ് പാച്ച്. ഹെവി വർക്ക്, സ്റ്റോൺ വർക്കും ഹെവി സ്റ്റോൺ വർക്കും ബീഡ്സ് വർക്കും എല്ലാം ആയിട്ട് ഇൻക്ലൂഡ് ആണ് കേട്ടോ. 585 മാത്രമേ ഉള്ളൂ. ഏലൈനാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഏലൈനാണ്. കോട്ടൺ ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ആണ് കോട്ടണും വരുന്നത്. 585 മാത്രമേ ഉള്ളൂ. മിസ്സാക്കേണ്ട, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കണ്ട. നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക്കാണ്. കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നതാണ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഹോൾഡിങ് കാര്യം. ഒന്നെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ്. ഇത് ചെയ്താൽ മാത്രമേ ഹോൾഡിങ് പോസിബിൾ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ എനിക്ക്, അതായത് ഞാൻ ഹോൾഡ് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഹോൾഡ് ചെയ്യുന്നതല്ല. ഇനി സപ്പോസ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ വെയിറ്റ് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ വെയിറ്റ് ചെയ്യും. 10 ദിവസത്തിന് മുന്നേ ഇപ്പോൾ കസ്റ്റമർ പറയാം ഞാനിപ്പോൾ ഒരു ഹാഫ് പേയ്മെൻറ്റ് ഞാൻ ചെയ്യാം, ബാക്കി ഞാൻ ഇങ്ങനെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കൂടി കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ്. 10 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്യും. 10 ദിവസം കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ്, അതായത് മൂവ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അതെല്ലാം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഞാൻ ആ റേറ്റിൻ്റെ പകുതി റേറ്റിന് ഞാൻ തരുന്നതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈവൻ 3 പീസ് സെറ്റ് ആയിക്കോട്ടെ, 3 പീസ് സെറ്റ് ഉണ്ടാവില്ല. ഹോൾഡിങ് ആരും പറയില്ല. അത് വേറെ, കാരണം വെച്ചാൽ ഈ ഒരു അഫോർഡബിൾ റേഞ്ചിലെ ഹോൾഡിങ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല എന്നറിയാം. കാരണം വെച്ചാൽ അത് 3 പീസ് സെറ്റ് ഇതുവരെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാത്ത പക്ഷം നോർമൽ കോട്ടൺ ആയിക്കോട്ടെ, ഹെവി പാർട്ടി വെയർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ പറയുന്ന റേറ്റിൻ്റെ പകുതി റേറ്റ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. ആ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല, വേറെ കസ്റ്റമേഴ്സിന്, അതായത് ആരാണോ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കും. പുതിയതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ, ഏതുമായിക്കോട്ടെ. പറഞ്ഞ കസ്റ്റമേഴ്സിനെ കൊടുക്കില്ല, അല്ലാത്ത കസ്റ്റമേഴ്സ് വേറെ കസ്റ്റമേഴ്സിനെ കൊടുക്കുകയുള്ളൂ. അപ്പം കാരണം അത് ശ്രദ്ധിക്കുക. 10 ദിവസം വരെ ഞാൻ ഹോൾഡ് ചെയ്യുള്ളൂ. അത് മേളിൽ ആയിക്കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് ഞാനത് പകുതി വിലയ്ക്ക്, അതായത് എന്ത് പ്രൊഡക്റ്റാണോ അത് പകുതി വിലയ്ക്ക് ഞാൻ മറ്റേ കസ്റ്റമേഴ്സിന് കൊടുക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്കത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കബോർഡ് ഫുള്ള് ഹോൾഡിങ് മാത്രമേ ഉള്ളൂ. അതിൽ പകുതി ഹാഫ് പേയ്മെൻറ്റ്, പകുതി ഫുൾ പേയ്മെൻറ്റ്. ഫുൾ പേയ്മെൻറ്റ് ഹാഫ് പേയ്മെൻറ്റിനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ അത് എനിക്ക് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഒരു അഡ്രസ്സും ഇല്ലാത്ത കസ്റ്റമേഴ്സ് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും പാടില്ല. കാരണം വെച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കുക. അതെനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ടെങ്കിൽ അന്ന് തന്നെ വേണ്ട, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കൂടെ എനിക്ക് കുഴപ്പമില്ല. എന്നാൽ കൂടി എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് അടിച്ച ഒരു പ്രോഡക്റ്റ് 2 ദിവസം കഴിയുമ്പോൾ വേണ്ട എന്ന് ആ കസ്റ്റമർ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി എനിക്ക് കുറച്ചുകൂടി മാനേജ് ചെയ്യാം. പക്ഷേ ഒരു അഡ്രസ്സും 1-2 കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തായാലും മേടിക്കാം എന്ന് പറഞ്ഞ കുറച്ച് കസ്റ്റമർ ഉണ്ട്. ഓക്കെ, അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരു അഡ്രസ്സും ഇല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പകുതി റേറ്റിന് നിങ്ങൾക്ക് തരാം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയായിരിക്കും. ഏത് പ്രൊഡക്റ്റ് ഹോൾഡിങ്ങിൽ, ഏത് പ്രൊഡക്റ്റോ ആയിക്കോട്ടെ, അഡ്രസ്സ് ഇല്ല, ആരും വന്നില്ല, ഒരു പേയ്മെൻറ്റില്ല, ഒന്നുമില്ലെങ്കിൽ വേണ്ട എന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ ഏത് പ്രൊഡക്റ്റോ ആയിക്കോട്ടെ പകുതി വിലയ്ക്ക്. പക്ഷേ ആ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല, വേറെ കസ്റ്റമറിനായിരിക്കും ഞാൻ കൊടുക്കാം. അപ്പോൾ അധികം നിങ്ങൾ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പോൾ XL-കാർക്കോ XXL-കാർക്കുള്ള അടിപൊളി ഓഫർ കളക്ഷൻ കാണിച്ചു തരാം. ലാസ്റ്റ് പീസേ ഉള്ളൂ. XL സൈസാണ്. പഫ് ഹാൻഡ് ആണ്. വിചിത്ര ഫാബ്രിക്കാണ്. ട്രാൻസ്പെറൻറ്റ് നെക്കാണ്. ഓർഗൻസ് ആണ് അതിൻ്റെ ഫാബ്രിക് വരുന്നത്. പഫിൽ
അത്യാവശ്യം നല്ലൊരു ഫ്ലെയർ ടൈപ്പാണ്. ബാക്ക് നോട്ട് ഉണ്ട്. എക്സൽ ആണ് സൈസ് വരുന്നത്. 450 വിത്ത് ഫ്രീ ആണ്. ഷിഫോൺ ആണ് ഫാബ്രിക്. ഹെവി വർക്കാണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. A-line ആണ്. ബോഡി ഫുൾ ലൈനിങ്. ഹെവി വർക്കാണ് കേട്ടോ. എക്സൽ സൈസ് ആണ്. 350 വിത്ത് ഫ്രീ. ഷിഫോൺ ആണ്. ഹെവി വർക്കാണ്. നല്ലൊരു ഓണിയൻ പിങ്ക് ആണ്. എക്സൽ സൈസ് ആണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. A-line ആണ്. ബോഡി ഫുൾ ലൈനിങ്. ഒട്ടും മിസ്സാക്കണ്ട. 350. നല്ലൊരു കോളർ ടൈപ്പാണ്. ഷിഫോൺ ആണ്. സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ്. സൈഡ് സ്ലിറ്റ്. എക്സൽ സൈസ് ആണ്. നല്ലൊരു നേവി ബ്ലൂ ആണ്. ഹെവി വർക്കാണ് കേട്ടോ. ഒട്ടും മിസ്സാക്കണ്ട. 480 വിത്ത് ഫ്രീ ഷിപ്പ്. ഫുൾ ഹെവി വർക്കാണ്. ത്രെഡ് വർക്കാണ്. എക്സൽ സൈസ് ആണ്. നല്ലൊരു റാണി പിങ്ക് ഓർ മെറൂൺ നമുക്ക് പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. ഷിഫോൺ ആണ് ഫാബ്രിക് വരുന്നത്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. ബോഡി ഫുൾ ലൈനിങ്. സൈഡ് സ്ലിറ്റ്. 550 വിത്ത് ഫ്രീ ഷിപ്പ്. ഡബിൾ എക്സൽ കാർക്കാണ്. ഡബിൾ എക്സിൽ വരുന്നത് ജോർജറ്റ് കോഫി ബ്രൗൺ ആണ്. ഹാൻഡിന് അജ്രക് പാച്ച് വെച്ച് ഹെവി മിറർ വർക്കാണ്. A-line ആണ്. ബോഡി ഫുൾ ലൈനിങ്. നല്ലൊരു ആലിയ മോഡലാണ്. ഡബിൾ എക്സൽ സൈസ് ആണ്. 550 ഫോൺ ആണ്. ഹെവി വർക്കാണ്. A-line ആണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. ഡബിൾ എക്സൽ സൈസ് 350 വിത്ത്. ഡബിൾ എക്സൽ സൈസ് ആണ്. റോയൽ ബ്ലൂ ആണ്. ഹെവി വർക്കാണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. A-line ആണ്. ബോഡി ഫുൾ ലൈനിങ്. ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ. 550 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കാരണം 48+ ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിന് 48+ ലെങ്ത് ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. ഫ്ലെയർ ടൈപ്പാണ്. ഗൗൺ ഡബിൾ എക്സൽ സൈസ്. ഒരു അത്യാവശ്യം നല്ലൊരു റെഡ് മെറൂൺ ഒരു കോമ്പിനേഷനാണ്. പഫ് ആൻഡ് ആണ്. സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ്. A-line ആണ്. യോക്ക് പോഷനിൽ ഹെവി വർക്കാണ്. 350. കസ്റ്റമേഴ്സ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ പ്രോഡക്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ റേറ്റും പറഞ്ഞുതരാം. ബാക്കി എന്താ പറയുക, ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഹെവി വർക്കാണ്. വിചിത്ര ഫാബ്രിക്. ഹെവി വർക്കാണ്. ഒരു വാടാമല്ലി കളറാണ് കേട്ടോ. സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ്. സൈഡ് സ്ലിറ്റ്. പിന്നെ നല്ലൊരു മോഡലാണ്. ഫുൾ ഹെവി ബീഡ്സ് വർക്കും പേൾ വർക്കും ആണ്. ഡബിൾ എക്സൽ ആണ് സൈസ്. ഡബിൾ എക്സൽ ആണ് സൈസ്. റേറ്റ് വരുന്നത് 699. ഹാഫ് ആണ് കേട്ടോ. അതിൻ്റെ പകുതി. 699 പകുതി റേറ്റ് കേട്ടോ. 699 പകുതി റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ്. വി പാറ്റേൺ ആണ്. ഫീഡിങ് കുർത്തിയാണ്. ഹെവി വർക്കാണ്. പിന്നെ നല്ലൊരു പ്ലേറ്റ് എടുത്തിട്ടാണ് നമുക്ക്. അല്ലാതെ മൾട്ടിപർപ്പസിൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഫീഡിങ് കുർത്തിക്കാർക്ക് യൂസ് ചെയ്യാം, അല്ലാതെ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാം. ബേക്കിൽ ഇതേപോലെ പ്ലേറ്റ് എടുത്തിട്ടാണ്. നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ്. അതിൽ കാണുമ്പോൾ വേറെ കളറാണ്, പക്ഷേ ശരിക്കും പീക്കോക്ക് ഗ്രീൻ ആണ്. ഹെവി വർക്കാണ്. ബാക്ക് നോട്ട് ഉണ്ട്. ഡബിൾ എക്സൽ സൈസ് ആണ്. 660 ആണ് റേറ്റ് വരുന്നത്. അതിൻ്റെ പകുതി കേട്ടോ. സൈസാണ്. ആലിയ ആണ് കേട്ടോ. ഹെവി വർക്കാണ്. നല്ലൊരു പിസ്ത ഗ്രീൻ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ. ആലിയ ആണ്. എക്സൽ ആണ് സൈസ് വരുന്നത്. A-line ആണ്. റയോൺ ആണ് ഫാബ്രിക്. യോക്ക് പോർഷൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. യോക്ക് പോർഷൻ ഫ്രണ്ട് ബാക്ക് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. അതിൻ്റെ പകുതി. ബേക്കിൽ സൈസ് വരുന്നത് മീഡിയം ആണ് സൈസ്. പഫ് ആൻഡ് ആണ്. A-line ആണ്. ബോഡി ഫുൾ ലൈനിങ്. ഹാൻഡിന് ഇങ്ങനെ ഒരു പഫാണ് കേട്ടോ. നല്ലൊരു ബേക്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ്. ട്രാൻസ്പെറൻറ്റ് നെക്കാണ്. ഓർഗൻസ് ആണ്. പിന്നെ കൂടാണ്ട് അതായത് ബാക്ക് നോട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 560 ആണ്. അതിൻ്റെ പകുതി. എന്താ പറയുക, ഒരു ഓണിയൻ പിങ്കും ഒരു നല്ലൊരു കോമ്പിനേഷൻ. കോട്ടൺ ആണ്. കോളർ ടൈപ്പാണ്. സൈസ് വരുന്നത് എക്സൽ സൈസാണ്. സൈഡ് സ്ലിറ്റ്. ബോഡി ഫുൾ ലൈനിങ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. യോക്ക് പോർഷൻ ഇങ്ങനെയാണ് പാച്ച് വരുന്നത്. 440 പകുതി. കാരണം വെച്ചാൽ ഇത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഇത് കോംബോ ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനിരുന്നതാണ് കസ്റ്റമർ. കോംബോ ആയിട്ട് എടുക്കാനുണ്ടായിരുന്ന ഈ 2 കളറ് ഒരേപോലെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എക്സൽ സൈസാണ് 2 വരുന്നത്. കോംബോ ആയിട്ട് എടുക്കാനായിരുന്നു. പിന്നെ അഡ്രസ്സ് ഇല്ല. 2 കളറാണ്. വിചിത്ര ഫാബ്രിക്, അതായത് വിചിത്രയിൽ നല്ല ഷൈനിപ്പ് വരുന്ന ഫാബ്രിക്കാണ്. സ്ക്വയർ പാച്ചിൽ ഹെവി വർക്കാണ്. സൈഡ് സ്ലിറ്റ്. ബോഡി ഫുൾ ലൈനിങ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. എക്സൽ സൈസും. പിന്നെ നല്ലൊരു ഗ്രേപ്പ് കളറാണ്. സ്ക്വയർ പാച്ചാണ്. ഹെവി വർക്കാണ്. സൈഡ് സ്ലിറ്റ്. ബോഡി ഫുൾ ലൈനിങ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്. നല്ലൊരു മോഡലാണ്. ഒട്ടും മിസ്സാക്കാൻ നല്ല ഷൈനിപ്പായിട്ട് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുകയാണ്. 699 ആണ് രണ്ടും വരുന്നത്. 699 + 699 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടും 699 പകുതിയാണ്. അപ്പം മിസ്സാക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 2ഉം എക്സൽ സൈസാണ് വരുന്നത്. ഒട്ടും മിസ്സാക്കണ്ട. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടായി ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ